രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമെന്ന സൂചന നൽകി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. ജയിലിലിരുന്ന് സംസ്ഥാനം ഭരിക്കാൻ അരവിന്ദ് കെജ്രിവാളിനെ അനുവദിക്കില്ലെന്നും സക്സേന. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ വീണ്ടും പ്രതികരണവുമായി അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. സുതാര്യവും സമയബന്ധിതവുമായ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. വിശദ വിവരങ്ങളുമായി ബാലഗോപാൽ ചേരുന്നുണ്ടൊപ്പം. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. അങ്ങനെ ഇഡിയുടെ കസ്റ്റഡിയിലിടുന്ന് വീണ്ടും ഭരണം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും 1-2 തവണ കൂടി ഉത്തരവുകളൊക്കെ ഇറക്കുകയുണ്ടായല്ലോ. അതിനുശേഷം എന്തെങ്കിലും നടപടി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഉണ്ടായോ? ഇപ്പോൾ ഒരു രാഷ്ട്രപതി ഭരണം വരുന്നതിനെ കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ബാലഗോപാൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇന്ന് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയാണ്. ഇഡിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഈ ഡൽഹിയിൽ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചന നൽകിയത്. അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സൂചന നൽകിയിരിക്കുന്നത്. ഈ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞത് ഇപ്രകാരമാണ്. കാരണം ഡൽഹിയിൽ ജയിലിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയെ ഭരിക്കാൻ വേണ്ടി അനുവദിക്കില്ല. അത്തരമൊരു സംഭവം അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഇന്ത്യയുടെ ഭരണമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സ്ഥിതി തുടരുകയാണെങ്കിൽ അതിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഫലത്തിൽ ഈ ഡൽഹിയിൽ മുഖ്യമന്ത്രി പദവി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുന്നില്ല എങ്കിൽ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇന്ന് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്ത് വെളിപ്പെടുത്തലാണ് നടത്താൻ വേണ്ടി പോകുന്നതെന്ന ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.